നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ലൈഫിലേക്ക് വരാൻ പോകുന്നത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ റീഡിങ്സിൽ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിങ്സ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ അത് കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കത് റെസനേറ്റായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ ഞാൻ ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. എത്രത്തോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണബോധത്തോടും കൂടിയാണോ നിങ്ങളിത് കേൾക്കാൻ ശ്രമിക്കുന്നത്, അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് പോസിറ്റീവാകുന്ന ഓരോ കാര്യങ്ങളും റെസനേറ്റ് ആവുകയും നിങ്ങളുടെ ജീവിതത്തിൽ നാളെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ മുന്നോട്ടിനി എന്ത് എന്നുള്ള ആ ഒരു ബ്ലോക്കേജ് മാറ്റിയെടുക്കാൻ 100% സാധിക്കുമെന്നതും ഉറപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ റീഡിങ്സിൽ വിശ്വാസമില്ലെങ്കിൽ, ടാറോ റീഡിങ്സ് നിങ്ങൾക്ക് പൂർണ്ണമായി കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക. നിങ്ങൾ നെഗറ്റീവാകുന്ന ഒരു സിറ്റുവേഷൻസും ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാനും ബാഡ് കർമ്മ നേടിയെടുക്കാനും ശ്രമിക്കാതിരിക്കുക. ജീവിതത്തിൽ തടസ്സങ്ങളും നിരാശയും ഒറ്റപ്പെടലും ഇനി മുന്നോട്ടേക്ക് എന്ത് എന്ന് ചിന്തിച്ച് നിൽക്കുന്ന വ്യക്തികൾക്ക് പ്രപഞ്ചം നൽകുന്ന നല്ലൊരു ഗൈഡൻസ് ആണ് ടാറോ റീഡിങ്സ് എന്ന് മനസ്സിലാക്കുക. അതാവശ്യമുള്ളവർ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തവർ വിട്ടുകളയുക കേട്ടോ. നമുക്കപ്പോൾ റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 5 ഓഫ് പെൻഡിക്കിൾസ് ആണ്. വളരെ ശക്തമാകുന്ന ഒരു ഫിനാൻഷ്യൽ ലോസ്, ഒരു അവഗണന, അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങൾ എത്രത്തോളം ശ്രമിച്ചിട്ടും നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വന്നില്ല. അത് ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ബന്ധങ്ങളിൽ പോലും ചിലപ്പോൾ ഒരു ക്ലാരിറ്റി വരുത്താൻ, ഒരു ക്ലിയറൻസ് വരുത്താൻ നിങ്ങൾക്ക് സാധിക്കാതെ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ അവഗണിക്കപ്പെടുന്നുണ്ട്, മാറ്റി നിർത്തപ്പെടുന്നുണ്ട്, മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. ശരിക്കും നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ടും എത്രത്തോളം പൂർണ്ണതയോടുകൂടി നന്മയോടുകൂടിയാണ് നിഷ്കളങ്കമാകുന്ന എനർജിയോടുകൂടി നിങ്ങൾ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്താലും, മറ്റുള്ളവർക്ക് വേണ്ടി പല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത് ഒരു മാറ്റി നിർത്തൽ, അവഗണന. നിങ്ങൾക്കൊരു വാല്യൂ ഇല്ല. നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു വാല്യൂ ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ കുറേ ആളുകളിൽ ഫിനാൻഷ്യൽ പരമായിട്ടും ഇതുപോലുള്ളൊരു സിറ്റുവേഷൻസ്, എത്രത്തോളം എഫോർട്ട് എടുത്തിട്ടും ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഏതെല്ലാം രീതിയിലൂടെ നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് ലോസ് എനർജി ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നമ്മൾക്ക് യൂണിവേഴ്സ് നൽകുന്നത് ആ ഒരു സാഹചര്യങ്ങളെല്ലാം മറികടക്കാൻ, ന്യൂ പ്രോജക്റ്റ് ആവാം, ന്യൂ ബിഗിനിങ് ആവാം. നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായും നിങ്ങൾക്ക് ചില കാര്യങ്ങളെ ബ്രേക്ക് ചെയ്ത് കളയണം, അതായത് പൂർണ്ണമായി ഒഴിവാക്കണം. ഒരു സെൽഫ് ലവ് എനർജിയിലേക്കും ഒരു പോസിറ്റീവ് എന്ന ചിന്തയിലേക്കും തിങ്കിങ്ങിലേക്കും നിങ്ങൾ തിരിച്ചു വരണമെന്നാണ് പറയുന്നത്. കാരണം നമ്മളെല്ലാത്തിനെയും നമ്മളുടെ മനസ്സുകൊണ്ടാണ്, നമ്മുടെ സോളാണ് നമ്മളിലേക്ക് ഓരോ കാര്യങ്ങളും, പോസിറ്റിവിറ്റികളാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാത്തിനെയും, ഒരു കരിയർ പാത്തിലാണെങ്കിലും എല്ലാത്തിനെയും നമ്മൾ അട്രാക്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ നിരാശ നിറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കാതെ ഒരു പുതിയ പേഴ്സണാലിറ്റി, പുതിയൊരു വ്യക്തിത്വം, പുതിയൊരു പ്രോജക്റ്റ് വർക്ക്, ഇനി ഒരു പുതിയ തുടക്കത്തിലേക്ക് വരിക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. ചിലരൊക്കെ നമുക്ക് മെസ്സേജിൽ പറയുന്ന കേൾക്കാം, ഇത്ര ലക്ഷം രൂപ കടമുണ്ട്, ആ കടം ഒന്ന് തീർന്നെങ്കിൽ. നിങ്ങളോട് എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ലോസ് എനർജികളെക്കുറിച്ച്, കടം, ബാധ്യത, പ്രശ്നങ്ങൾ, ഇതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾ ചിന്തിക്കാതെ, നിങ്ങൾ ഇത്ര രൂപ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന രീതിയിലുള്ള ജോലിയിലേക്ക് ഞാൻ എത്തിപ്പെടും, ഞാൻ ആ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു, ആ ജോലി എന്നിലേക്ക് വരും, അതല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തിലൂടെ എൻ്റെ ലൈഫിനെ ഞാൻ എത്തിക്കും. ആ ഒരു പോസിറ്റീവാകുന്ന ഒരു മൈൻഡ് സെറ്റ് നിങ്ങളെപ്പോൾ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുന്നു അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് മാറ്റം വരുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഈ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ പൂർണ്ണമായി ഹീലാക്കിയിട്ട് പുതിയൊരു തുടക്കത്തിന് തയ്യാറാക്കുക. അതായത് ഒരു ഫോക്കസിങ് എനർജി, ഒരു മാനിഫെസ്റ്റിംഗ് എനർജി, ഒരു പുതിയ തുടക്കം, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റാർട്ടിങ്
പുതിയൊരു സ്റ്റാർട്ടിങ്ങിൻ്റെ ടൈമാണ്. അതിനുവേണ്ടി നിങ്ങൾ ഇന്നത്തെ ദിവസം ചൂസ് ചെയ്യുക. ഇന്ന് നിങ്ങൾ മാറുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് മാറ്റം വരിക, നിങ്ങളുടെ ചിന്തകൾക്ക് മാറ്റം വരുത്തുക, നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങളെ മാറ്റി നിർത്തപ്പെടുന്ന പല വ്യക്തികളെയും ബന്ധങ്ങളെയും സിറ്റുവേഷൻസിനെയും എല്ലാം നിങ്ങൾ മറന്നു കളയുക. ആ ഒരു സാഹചര്യങ്ങളൊക്കെ പൂർണ്ണമായി ഹീലാക്കിയിട്ട് ഒരു പവർഫുള്ളായ വ്യക്തിയായി തീരുക. ഒരു സ്ട്രോങ് ആയ ഒരു എനർജിയുള്ള ഏത് സാഹചര്യങ്ങളെയും സില്ലിയായിട്ട് കാണാനും ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കാനുമുള്ള ഒരു പവർ എനർജിയിൽ വരിക. പോസിറ്റീവായി, അതായത് നേട്ടങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക എന്നാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്ന ഒരൊറ്റ മെസ്സേജ് തന്നെ കേട്ടോ. അതുപോലെ ഇന്ന് നിങ്ങളെ സംബന്ധിച്ചൊരു ഇമോഷണൽ ബാലൻസ് ഉണ്ടാകുന്നുണ്ട്. ഒരു പുതിയ ന്യൂ ബിഗിനിങ്, വീണ്ടും ന്യൂ ബിഗിനിങ് എനർജിയാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. പുതിയൊരു മാറ്റത്തിൻ്റെ സമയമാണ്. അത് ഫിനാൻഷ്യലി ആണെങ്കിലും ചില പ്രവർത്തനം, അതായത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്കൊരു മാറ്റം വരുത്താൻ നിങ്ങളൊന്ന് മാറി ചിന്തിക്കുക. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക്, നിങ്ങളുടെ ആ മൊത്തത്തിലുള്ള ഒരു ശാരീരികമാകുന്ന ഘടനകൾക്ക് നിങ്ങളിൽ തന്നെ നിങ്ങളൊരു മറ്റൊരു വ്യക്തിയെ പുനർസൃഷ്ടിക്കുക എന്നാണ് പറയുന്നത്. ഇന്നുവരെ നിങ്ങൾ എന്തായിരുന്നു അതല്ലായിരിക്കണം ഇനി തൊട്ട് നിമിഷം മുതലെന്നാണ് നമുക്ക് കാണുന്നത്. ഇമോഷണൽ പരമായിട്ടൊക്കെ നിങ്ങളിലേക്ക് വളരെയധികം പോസിറ്റീവാകുന്ന പല കാര്യങ്ങളും അട്രാക്റ്റഡ് ആകുന്നുണ്ട്. അതായത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് വരാനുള്ള എല്ലാ മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിൽ പോസിറ്റീവാണ്. നിങ്ങളുടെ ഫാമിലിയെയും പേരൻസിനെ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം പൂർണ്ണതയോടുകൂടി നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന, മറ്റുള്ളവരെ ഒന്ന് സഹായിക്കാൻ പറ്റുന്ന എനർജിയിലേക്കും ഒരു സക്സസ്ഫുൾ ആകുന്ന ചില ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുള്ളവർക്ക് ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ ഒരു പുതിയ പാത ഓപ്പണിംഗ് ആവുന്നത്, കൂടാതെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ പരമാകുന്ന സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് ഓപ്പണിംഗ് വരുന്നു. അതായത് ഒരു ഫിനാൻഷ്യൽ പരമായിട്ടൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് നിങ്ങളെ മാറ്റപ്പെടുന്നു ഇന്നത്തെ ദിവസമെന്നാണ് കാണുന്നത്. കുറേ വ്യക്തികളിലെല്ലാം ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജി നിൽക്കുന്നുണ്ട് കേട്ടോ. മുന്നും പിന്നും നോക്കാതെ, അതായത് എനിക്ക് തോന്നുന്നു ഇമോഷണൽ പരമായിട്ട് നിങ്ങൾക്കൊരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട്. തെറ്റാകുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ ഫോക്കസിങ് ചെയ്ത് നിങ്ങളുടെ സമയത്തെയും നിങ്ങളുടെ മനസ്സിനെയും എല്ലാം നിങ്ങൾ പൂർണ്ണമായും മറ്റൊരു രീതിയിലാക്കി കളഞ്ഞു. അതായത് മാനസികമാകുന്ന ഒരു പിരിമുറുക്കത്തിലേക്കോ ഒരു മാനസിക വിഭ്രാന്തി പോലുള്ള എനർജിയിലേക്കോ ഡിപ്രഷൻ പോലുള്ള എനർജിയിലേക്കോ ഒക്കെ നിരാശയിലേക്കൊക്കെ നിങ്ങളെ തള്ളി നിർത്തിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു ന്യൂ ബിഗിനിങ്, ഒരു മാറ്റത്തിൻ്റെ ടൈമായി. അതായത് ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നു. പുതിയൊരു തുടക്കം, പുതിയൊരു വ്യക്തിയായി മാറുന്നു ഇന്നത്തെ ദിവസം മുതലെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഒരു വിൽ പവറും കൺട്രോളിങ് പവറൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ചലഞ്ചിങ്, എന്ത് ചലഞ്ചിങ് ആണെങ്കിലും ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു എനർജി. അതായത് നിങ്ങൾക്ക് എന്തിലാണ് ഫോക്കസിങ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടതെന്നൊക്കെയുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി വന്നു കഴിയുന്നൊരു സക്സസ്, അതായത് ഒരു ഫ്യൂച്ചർ ലൈഫ് നിങ്ങൾക്ക് പുതിയൊരു സക്സസ് ഒരുക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ഇമോഷണൽ പരമായി നിങ്ങൾക്ക് സംഭവിച്ച ആ ഒരു പ്രോബ്ലത്തിൽ നിന്നും പൂർണ്ണമായി നിങ്ങൾ വിട്ടുപോകുക. നിങ്ങളൊരു പുതിയ തുടക്കം നടത്തുക. കാരണം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒന്നെങ്കിൽ നല്ലൊരു സൗഹൃദ വലയം തന്നെ നിങ്ങൾക്കുണ്ടാകും, അതല്ലെങ്കിൽ മറ്റൊരു പേഴ്സൻ്റെ ആണെങ്കിലും ഒരു ഗൈഡൻസ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് കാണുന്നത്. കൂടാതെ തന്നെ എല്ലാ രീതിയിലും ബ്ലെസ്സിങ്സും പ്രപഞ്ചത്തിൻ്റെ ഒരു സപ്പോർട്ട് കൂടി നിങ്ങളിലുണ്ട്. ഇമോഷണൽ പരമായിട്ട് നിങ്ങൾ തകർന്നൊരു ഡിപ്രഷൻ എനർജിയിൽ നിൽക്കാതെ, നിരാശയിൽ നിൽക്കാതെ പോകുക. കാരണം ഈ ഇമോഷൻസ് ഒന്നും ഒരിക്കലും നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് കൊണ്ടുപോകാൻ ഒരു ബന്ധങ്ങളിലും ഒരു സിറ്റുവേഷൻസിൽ സാധിക്കുകയില്ല. നമ്മളിൽ നിന്ന് പോലും ഇമോഷൻസ് എന്ന് പറയുന്ന ആ ഒരു കെമിക്കൽ ഒരു ടൈമിൽ എന്തായിത്തീരും, അവസാനിച്ചു പോകുന്നതാണ്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ് ഈ ഒരു ഇമോഷൻസ്. അതായത് ഒരു വ്യക്തിയോട് പെട്ടെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസിനോട് തോന്നുന്ന വല്ലാത്ത ഒരു അമിതമാകുന്ന ഒരു അട്രാക്ഷൻ മാത്രമാണ്. അത് നമ്മളിലും കുറയാം, നമ്മളോടൊപ്പം നിൽക്കുന്ന വ്യക്തികളിലും കുറയാം. അത് ആരിലാണോ ആ ഒരു എനർജി കുറയുന്നത് അതനുസരിച്ച് തന്നെ ആ ഒരു പേഴ്സൺ പിന്മാറുമെന്നും, അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് എനർജി എന്ന്
പറഞ്ഞ് ആ ഒരു സാഹചര്യത്തെ നമ്മൾ തീർക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക. അപ്പം ഇതിനെല്ലാം പൂർണ്ണമായും ഒരു തിരിച്ചറിവോടുകൂടി തന്നെ മുന്നോട്ടേക്ക് പോകുക. പിന്നെ നമ്മളിലേക്ക് എത്തിച്ചേരേണ്ടതാകുന്ന ഏത് സാഹചര്യവും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാവുക. എപ്പോഴും നല്ലൊരു കൺട്രോളിങ് പവറിലും വിൽ പവറിലും മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ലൈഫിൽ ചലഞ്ചിങ് ഏറ്റെടുക്കാനും അച്ചീവ് ചെയ്യാനുമാണ് ഓരോ മനുഷ്യജന്മങ്ങളുടെയും പ്രാധാന്യം. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്നൊരു ദിവസം നമുക്ക് എന്തെല്ലാം പൂർത്തീകരിക്കാൻ പറ്റും, എന്തെല്ലാം പുതിയത് തുടങ്ങി വെക്കാൻ പറ്റും എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്കും അങ്ങനെയുള്ള ചിന്തകളിലേക്കും പൂർണ്ണമായും നിങ്ങൾ ഇറങ്ങി ചെല്ലുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും പേഴ്സണെയോ വ്യക്തികളെയൊക്കെ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് അവരുടെ തിരിച്ചുവരവിന് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി പോലും നിങ്ങളിലേക്ക് വേഗം തന്നെ അട്രാക്റ്റഡ് ആകും. നിങ്ങളിൽ മാറ്റം വരുത്തിയാലെന്നാണ് നമുക്ക് പറയാനുള്ളത്. ദ എംബറസ് എനർജിയാണ്, അതായത് വളരെയധികം മദർ എനർജിക്ക് വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. കാരണം ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ വളരെയധികം ശോഭിക്കുന്ന ഒരു ദിവസമാണ്. കൂടാതെ തന്നെ നമുക്കൊരു എയർ ട്രാവലിംഗ് എനർജി വരുന്നുണ്ട്. അതായത് എയർ ട്രാവലിംഗ്, അതായത് ഒരു വിദേശ യാത്രയ്ക്കൊക്കെ ആയിട്ട് വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഇന്നൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു സന്തോഷ വാർത്ത, ഒരു അബണ്ടൻസ്, ഒരു മാറ്റം, ഒരു പുതിയ തുടക്കം ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ തേടി വരുന്നുണ്ട്. കൺഫ്യൂസ്ഡ് എനർജിയിൽ നിൽക്കേണ്ടതായ കാര്യമില്ല, അത് പോസിറ്റീവാണ്. ചിലപ്പോൾ അതൊരു കൺഫ്യൂഷൻ വരുത്തി വയ്ക്കാം. മൾട്ടിപ്പിൾ പ്രയോറിറ്റി, അതായത് വേണോ വേണ്ടോ എന്നുള്ള ഒരു ചിന്ത കൂടി നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ ഒരു സാഹചര്യത്തെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റി വെക്കുക. എന്നിട്ട് പൂർണ്ണമായും നിങ്ങൾക്ക് ആ വന്നിരിക്കുന്ന ബ്ലെസ്സിങ്സ്, ആ ഒരു എയർ ട്രാവലിംഗ് എനർജി, പുതിയൊരു ആക്ഷൻ എടുക്കാനുള്ള സമയം, ഒരു ചേഞ്ചിങ്, അതായത് നിങ്ങൾ സ്വപ്നം കണ്ട, നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്ന ഒരു സമയമായിട്ട് തന്നെ, ഒരു കറക്റ്റ് ടൈമായിട്ട്, ഒരു ഡിവൈൻ ടൈമായിട്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻസിനെ കാണുക. ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് ഇന്നൊരു ഗുഡ് ന്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ട പൂർണ്ണമാകുന്ന ഒരു സിറ്റുവേഷൻസ് ഒരുക്കി യൂണിവേഴ്സ് നൽകുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതായത് പാസ്റ്റിൽ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഫിനാൻഷ്യൽ സംബന്ധമായ എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ, സാമ്പത്തികം കുറേ കാലങ്ങളായിട്ട് നിങ്ങൾക്ക് കിട്ടാതെ പോയ, ചിലപ്പോൾ ഈ പാസ്റ്റിലൊരു ബന്ധത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ വിശ്വാസപ്പുറത്തൊക്കെ നിങ്ങൾ ആർക്കെങ്കിലും ഫിനാൻസ് കൊടുത്തിരുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ പോകുന്നു എന്നാണ് കാണുന്നത്. ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട് കേട്ടോ. ഒരു അബണ്ടൻസ്, ഫിനാൻസ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത്. അത് പൂർണ്ണമായി നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരാൻ കുറച്ച് ടൈം എടുക്കുമെങ്കിലും നിങ്ങളെ പാസ്റ്റിൽ ആരെങ്കിലും ഫിനാൻഷ്യലി ചീറ്റിംഗ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വാങ്ങിയത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു ഗുഡ് ന്യൂസ്, അതിനെ സംബന്ധിക്കുന്ന ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് തേടി വരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത്. അതിനൊരു നല്ലൊരു റിസൾട്ട് ഉണ്ടാകുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്, നിങ്ങൾക്കൊരു മാറ്റം വരുന്നുണ്ട്. അതായത് ഫിനാൻസിനാണ് കേട്ടോ ഇവിടെ ഏറ്റവും പവർ വന്നിരിക്കുന്നത്. ഇന്ന് കരിയറിനല്ല, ഫിനാൻഷ്യലി ആയിട്ടാണുള്ള കാര്യങ്ങൾക്കാണ് ഒരു പൂർണ്ണമായും ഒരു എനർജി വന്ന് നിൽക്കുന്നത്. അതായത് ഒരു എഫോർട്ട് എടുത്തുകൊണ്ടിരുന്ന, നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഒരുപാട് നാളുകളായിട്ട് എഫോർട്ട് എടുത്തുകൊണ്ടിരുന്നത് ആ ഒരു കാര്യത്തിൽ ഒരു പൂർണ്ണത വരുത്താൻ പറ്റാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിച്ച് കളയണോ അതോ മുന്നോട്ടേക്ക് കൊണ്ടുപോകണോ എന്നൊക്കെ ചിന്തിക്കുന്ന, എനിക്ക് തോന്നുന്നു വളരെയധികം ഒരു ഡിപ്രഷൻ എനർജിയാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. കാരണം നിങ്ങൾ എഫോർട്ട് എടുക്കുന്ന ആ ഒരു കാര്യത്തിന് ഒരിക്കലും ഒരു റിസൾട്ട് കിട്ടുന്നില്ല, ഒരു പൂർണ്ണത കിട്ടുന്നില്ല. അതിനകത്ത് നിങ്ങൾക്ക് വളരെ ഉത്കണ്ഠയും ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഡിപ്രഷൻ, ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അതായത് ഒരു പൂർണ്ണമാകുന്ന ഒരു തകർച്ച നിങ്ങൾ നേരിടുന്നു. ഡിസിഷൻ എടുക്കാനും പറ്റുന്നില്ല. കരിയർ പരമാകുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിച്ച ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങൾ വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുന്ന. വളരെ ഇൻസ്പിറേഷനോട് കൂടിയും ഗ്രോത്ത് ഉണ്ടാകുമെന്ന് വിശ്വസിച്ചും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും നിങ്ങൾ കണ്ട ഒരു കാര്യം, നിങ്ങൾ നല്ല രീതിയിൽ എഫോർട്ട് ആ ഒരു കരിയർ പാത്തിൽ എടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു രീതിയിലും അതിനകത്തൊരു സക്സസ്സോ വിജയമോ വരുന്നില്ല എന്നാണ് കാരണം. ഒരു കൂടുതൽ അതിന് തകർച്ച നേരിടുന്നു. അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്നാണ് കാണാൻ പറ്റുന്നത്.
തീർച്ചയായിട്ടും നിങ്ങൾ അതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ദ എംപറർ എനർജിയാണ് കേട്ടോ. ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വളരെയധികം ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. പക്വതയോടുകൂടി ആ ഒരു കാര്യത്തെ കാണുക. അതുപോലെ തന്നെ ശരിക്കും ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ ഫോക്കസിങ് ചെയ്യണം. നിങ്ങളുടെ ഫോക്കസിങ് ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഒരു റിസ്ക് അല്ലെങ്കിൽ ഒരു ചലഞ്ചിങ് ആണെങ്കിൽ പോലും അത് കുറച്ചും കൂടി ആഴത്തിൽ ആ ഒരു സിറ്റുവേഷൻസിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് ഒരു പൂർണ്ണമാകുന്ന ഒരു ഉത്തരവാദിത്തം, അതായത് ഇതിനകത്ത് മറ്റാളുകളുടെ പാർട്ട്ണർഷിപ്പ് എനർജിയൊക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായും അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുകയും അതുപോലെ അതിനകത്ത് മാറ്റം വരുത്തേണ്ടത് എന്താണോ ആ കാര്യങ്ങൾ മാറ്റി ചിന്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നാണ് കാണുന്നത്. കാരണം അബണ്ടൻസ് ആണ് കേട്ടോ. ഫിനാൻഷ്യൽ പരമായിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം തന്നെ വന്നു ചേരും. ഒരു സക്സസ് ഉണ്ട്. പക്ഷേ നിങ്ങളൊന്ന് വെയിറ്റിംഗ് ചെയ്യേണ്ടി വരും. ഒരു കാലതാമസത്തെ അല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ് എനർജിയെ കാണുന്നുണ്ട്. കാരണം നിങ്ങളുടെ ടൈം കറക്റ്റ് അല്ല. അതിനകത്ത് നിങ്ങൾ പാർട്ട്ണർഷിപ്പ് എനർജിയിലാണ് കടന്നു പോകുന്നതെങ്കിൽ ആ ഒരു എനർജി എന്നത് നിങ്ങൾക്ക് നെഗറ്റീവാണ്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ പ്രോബ്ലംസ് കാണുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾക്കിടയിൽ നെഗറ്റീവാകുന്ന ഊർജ്ജത്തെ കണക്ട് ചെയ്തിരിക്കുന്നു. അതായത് നിങ്ങളുടെ ടൈം കറക്റ്റ് അല്ല. ഇതിനകത്ത് ഒരു വ്യക്തിക്ക് പവർ ലോസ് സംഭവിക്കുന്നുണ്ട്. മറ്റൊരു വ്യക്തി അതിൻ്റെ ഫലമായിട്ട് ഇരയാക്കപ്പെടുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പം ആ ഒരു സിറ്റുവേഷൻസിൽ നല്ല രീതിയിലൊരു ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല കുറച്ച് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുകയും നിങ്ങളുടെ നേതൃപാടവം ആ ഒരു ബിസിനസ് ആണെങ്കിലും കരിയർ ആണെങ്കിലും ആ ഒരു പാർട്ട്ണർ എനർജിയിലൂടെ കടന്നു പോകുന്ന കരിയർ പാത്തിൽ നിങ്ങളുടെ ഒരു പൂർണ്ണമാകുന്ന പ്രാധാന്യം അല്ലെങ്കിൽ കൺട്രോളിങ് ഉണ്ടാവണമെന്ന് തന്നെയാണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് കേട്ടോ. കുറേ ആളുകളിൽ ഇന്നത്തെ ദിവസം ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു. അതായത് കുറച്ച് ബർഡനൊക്കെ കരിയർ പരമാകുന്ന കാര്യത്തിലാണെങ്കിലും കുടുംബപരമാകുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിൽ കുറച്ച് ബർഡനെയൊക്കെ എടുത്ത് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു സക്സസ്, ഒരു വിജയത്തെ കാണിക്കുന്നു. ഇന്നത്തെ ദിവസം ഒരു വിജയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. അതായത് അതും ഒരു വിദേശ യാത്രയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ വിദേശത്തുനിന്ന് സ്വദേശത്തേക്കുള്ളൊരു യാത്രയെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ഒരു ട്രാവലിംഗ് എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. അതും എയർ ട്രാവലിംഗ് എനർജി തന്നെയാണ് കടന്നു വന്നിരിക്കുന്നത്. കാരണം ബർഡനൊക്കെ ഒന്ന് മാറ്റി വെച്ചൊരു സ്വസ്ഥമാകുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് മാറുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളിൽ കുറേ ആളുകൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് നിങ്ങളെ ഓവർ കൺട്രോളിങ് ചെയ്യുന്ന ഒരു ഫീമെയിൽ എനർജി, ഒരു ടോക്സിക് റിലേഷൻഷിപ്പിനെ ശക്തമായിട്ടും കാണിക്കുന്നുണ്ട്. അതിനകത്ത് വളരെ കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളെയും എല്ലാം നിങ്ങൾ നേരിടുന്നതായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും ആ ഒരു റിലേഷനിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു ആക്ഷൻ എടുക്കേണ്ടി വരും. ഒരു പുതിയ തുടക്കം, മാറ്റം ഉണ്ടാക്കേണ്ടി വരുമെന്ന് തന്നെയാണ് കാണുന്നത്. ആ ഒരു റിലേഷൻ നിങ്ങളെ മറ്റൊരു ഫീമെയിൽ എനർജി ഓവറായിട്ട് മാനേജിങ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാനസികമാകുന്ന ഒരു അൺഹെൽത്തി എനർജിയിലൂടെ പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ ആക്ഷൻ എടുക്കുക എന്നാണ് കാണുന്നത്. അതല്ലെങ്കിൽ വളരെ ശക്തമാകുന്ന കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. പുറമേയുള്ള വ്യക്തികളിൽ നിന്ന് വരെ നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാകേണ്ട വരും എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ ശക്തമാകുന്ന ഒരു പുതിയ തുടക്കത്തിൻ്റെ ദിവസമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരു ഇൻസ്പിറേഷനൊക്കെ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് കരിയർ പരമായിട്ടൊക്കെ ഒരു പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ നമുക്ക് മാലാഖമാർ, ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന എനർജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിമൈനിങ് പോസിറ്റീവ് എന്നാണ് പറയുന്നത്. അതായത് പോസിറ്റീവായി തുടങ്ങുക. നമ്മൾക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയ എനർജി ഏറ്റവും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ടേക്ക് പോകാനാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്നതിന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാനസിക അവസ്ഥ നിങ്ങൾക്കുണ്ടാകണം. സന്തോഷങ്ങളും ആത്മവിശ്വാസവും ഒക്കെ നിങ്ങളിൽ നിറയ്ക്കുക എന്നാണ് പറയുന്നത്. സ്വപ്നങ്ങൾ കാണുക. അതായത് പോസിറ്റീവ് ആകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങളെപ്പോഴും കാണാനും അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെപ്പോഴും ശ്രമിക്കുകയും ചെയ്യേണ്ടത് കേട്ടോ. നെഗറ്റീവാകുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ വിട്ടുകളയുക. പ്രതീക്ഷ വേണം. മനസ്സിനകത്ത് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുക തന്നെ ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. കൂടാതെ തന്നെ ഇയർ ഫ്രം നൗ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മുതൽ ഒരു വർഷം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ ആ യാത്ര തുടർന്നോളുക. കാരണം ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക്
ഏറ്റവും ടോപ്പിൽ ഏറ്റവും വലിയൊരു സക്സസ് എനർജിയിൽ എത്തിച്ചേരാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സംബന്ധമായ പ്രശ്നമാണെങ്കിലും ഏത് രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് നിങ്ങളെപ്പോഴും പോസിറ്റീവായൊരു അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ വജ്രഘോഷവും ഇട്ടിട്ടുണ്ട് ഞാൻ, അതുപോലെ തന്നെ മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട്. നിങ്ങളത് എപ്പോഴും ഉപയോഗിക്കുക. മണി അഫർമേഷൻസ് 24 hours, അതായത് എപ്പോഴും നിങ്ങൾക്ക് നാവിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. വജ്രഘോഷം മാത്രം നൈറ്റ് 8 മണിക്ക് ശേഷം നിങ്ങൾ ചൂസ് ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും ലൈഫിൽ 100% മാറ്റം വരും. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കരിയർപരമാകുന്ന ബ്ലോക്കേജുകളും മാറി നിങ്ങൾക്കൊരു അച്ചീവ്മെൻറ്റ് നേടാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾക്കൊന്നും അതിനെക്കുറിച്ച് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒന്നും മറിച്ച് ചിന്തിക്കേണ്ടി വരില്ല. പൂർണ്ണമായും സക്സസ് തന്നെയാണ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവ് എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.